അതിഗംഭീരമായ നമ്മുടെ ബിർലൻ സ്റ്റഡി സെൻറ്ററിലെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷന് ശേഷം എല്ലാ ഹോസ്റ്റലുകളിലും, ബിർലനിലെ എല്ലാ ഹോസ്റ്റലുകളിലും ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ എല്ലാ ഹോസ്റ്റലും വളരെ ഭംഗിയായിട്ട് പുൽക്കൂടും, അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ, പിന്നെ ക്രിസ്മസ് പപ്പ, അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടാണ് അവിടുത്തെ ക്രിസ്മസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹോസ്റ്റലുകളിലും വിശിഷ്ട അതിഥികളും, പ്രത്യേകമായിട്ടുള്ള വിശിഷ്ട അതിഥികളും എത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ കാണാനും അവരുടെ കൂടെ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ പങ്കിടാനും അവരുടെ കൂടെ ആഘോഷിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് വിശിഷ്ട അതിഥികളാണ് ഇവിടെ എത്തുന്നത്. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിക്ടോറിയ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ അതിഗംഭീരമായിട്ടുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഇവിടെ നമ്മുടെ MLA മോൻസ് ജോസഫ് സാറ് ഇവരെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇവരെ കണ്ട് ഇവരുടെ കൂടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. സോ നമ്മൾ ഇന്ന് ആദ്യമായി വിക്ടോറിയ ഹോസ്റ്റലിൻ്റെ ക്രിസ്മസ് വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. സാർ നമസ്കാരം. സാർ എന്ത് തോന്നുന്നു, ഇപ്പൊ ഞങ്ങളൊരു സെലിബ്രേഷനിൽ സാറ് പങ്കുചേരാൻ പോയി, ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു സമയമാണിത്. സാറിന് എന്ത് തോന്നുന്നു ഒരു ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ? ഇതിപ്പോൾ ഇവിടെ എന്താണ് ഒരു അത്ഭുതകരമായ ഒരു ആഘോഷമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രില്യൻ്റ് കുടുംബത്തിൽ നിന്ന് ഇതുപോലെ വിവിധ ഹോസ്റ്റലുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ മനോഹരമായ വിക്ടോറിയ ഹോം ഇപ്പോൾ തുടക്കം കുറിച്ചതിന് ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആഘോഷം. ബ്രില്യൻറ്റിൻ്റെ വളർച്ചയിൽ നിർണായക പങ്ക് ഇവരെല്ലാം വഹിക്കുന്ന പോലെ തന്നെ ഇതുപോലെയുള്ള ഹോസ്റ്റലുകൾ രൂപകൽപ്പന ചെയ്യുന്നതിലും ഒരുപാട് കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നതിലെല്ലാം ജോർജ് സാർ ഉൾപ്പെടെ ചെയ്യുന്ന വലിയ സേവനത്തിൻ്റെ ഒരു മഹത്വമാണ് അതിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ വിക്ടോറിയ ഹോം എന്നതിൽ യാതൊരു സംശയമില്ല. അത് ഏറ്റെടുത്ത് നടത്തുന്ന പ്രിയപ്പെട്ട തങ്കച്ചൻ മണ്ണുശ്ശേരി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്. അപ്പോൾ അവർക്ക് അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഇത്രയും മനോഹരമായൊരു ആഘോഷം, ഒരു മനോഹരമായൊരു കൂടിച്ചേരൽ അവസരം എന്ന് പറയുന്നത് ക്രിസ്മസിനെ അനശ്വരമാക്കി മാറ്റുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ എല്ലാ മംഗളാശംസകളും പ്രത്യേകമായി തന്നെ. സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുവാനൊരു അവസരം കിട്ടിയതൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എന്നെ കൂടി വിളിച്ചതിനും ഉൾപ്പെടുത്തിയതിനും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. നല്ലൊരു ക്രിസ്മസ് ആഘോഷം നിങ്ങൾക്കൂടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ മുഴുവൻ മനോഹരമായി അലങ്കരിച്ച് നല്ല ദീപാലങ്കാരത്തോടുകൂടി ക്രിസ്മസിൻ്റെ ശോഭയോടെ
ഭംഗിയായി കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ക്രിസ്മസിൻ്റെ മഹത്തായ സന്ദേശം ലോകം മുഴുവൻ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും രക്ഷ എന്നാണ്. യേശുവിൻ്റെ ജനനത്തിലൂടെ ക്രിസ്ത്യാനികൾക്ക് രക്ഷയെന്നല്ല. ഇന്നാണെങ്കിൽ ജാതിയും മതവും വെച്ചാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളെയും കാണുന്നത്. എന്നാൽ ലോകത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ ജനനം ഉണ്ടാവുന്നത്, ദൈവത്തിൻ്റെ പുത്രനായി ഭൂമിയിൽ യേശു ജനിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷ എന്ന് പറഞ്ഞാണ്. ലോകത്തുള്ള എല്ലാവർക്കും രക്ഷ എന്നുള്ളതാണ്. അങ്ങനെ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം ശാന്തിയും സമാധാനവുമാണ്. പഠിക്കുന്ന സമയത്തായാലും നമുക്ക് സമാധാനം മനസ്സിലുണ്ടാകണം, നമുക്കൊരു ശാന്തി ഉണ്ടാകണം, ഒരു തൃപ്തി ഉണ്ടാകണം. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കുള്ളതല്ല, ഡിസംബറിന് മാത്രമുള്ളതല്ല. ജീവിതത്തിലുടനീളം ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ അടയാളമാണ്. പാലാ ബ്രില്യന്റിലേക്ക് നിങ്ങൾ കടന്നു വന്നത് എന്നുള്ളതാണ് ഏറ്റവും. പഠിച്ചും മിടുകരാകുന്നവരുടെ നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനുമെല്ലാം നിങ്ങൾ വിലപ്പെട്ടവരായി തീരുകയാണ്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്, ഈ രാജ്യത്ത് വിജ്ഞാനമുള്ള, വിവരമുള്ള, വിവേകമുള്ള നല്ലൊരു ജനത ഭാരതത്തിലുണ്ടായിരുന്നതാണ്. അപ്പൊ ഇനിയും നമ്മുടെ നിലനിൽപ്പ് അതിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെല്ലാം കഠിനാധ്വാനം ചെയ്യണം. നല്ല പരിശ്രമശാലികളായി ഏറ്റവും നല്ല നിലയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് ദൈവം സർവശക്തൻ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്നേഹ കൂട്ടായ്മയായി, ഒരു കുടുംബ കൂട്ടായ്മയായി വിക്ടോറിയ ഹോം ബ്രില്യന്റിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് ഏറ്റവും വലിയ ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്തോഷം. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ ഭാഗ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരായി നിങ്ങൾ എല്ലാവരെയും കണക്കാക്കി എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, സർവശക്തിന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് തിരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.